പ്രയോഗം. ഇനി ഞാൻ അതൊന്ന് കേൾപ്പിക്കാം, ശരിക്കും കേട്ടോളൂ. ഗണ്ണൻ ഇത് ഇവരുടെ ആശയം. അൽമന മുജാഹിദിന്റെ സലഫിന്റെ മുഖപത്രം ഇതിൽ പറയുന്നു, കേട്ടോളെ. ഇത് ഞാൻ ഗടമുട്ടൻ സംവാദത്തിൽ വായിച്ചിട്ടുണ്ട്, മൗലവിമാരെ മുന്നിൽ വായിച്ചിട്ടുണ്ട്, നിഷേധിച്ചിട്ടില്ല അവര്. കേട്ടോളെ. ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? ഇനി കേട്ടോളി. ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞല്ലോ. അതിനെപ്പറ്റി പറയാണ്, നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായം അർപ്പിക്കുകയും അല്ലാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ ഖബറുകളിൽ ജീർണിച്ച ജനങ്ങളായി മാറിയ പുണ്യാളന്മാർ, അതിൽ നബിയും പെട്ടിരിക്കുന്നത്. ഇത് അൽമന. ഇനി സഹോദരന്മാരെ, ഇതവരെ മുഖപത്രമായ അൽമന. ഇത് തന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം. അവരും മനസ്സിലാക്കണം. പ്രബോധനം ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നത് തന്നെ, മുഹമ്മദിന്റെ ശരീരം ജീർണിച്ച് നശിച്ചോ. കേട്ടോളൂ. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ, അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ, പിന്നെ ആ ജനങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ. ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ ന്യായം, പ്രവാചകന്മാരുടെ ശരീരം ജീർണിച്ച് നശിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്തു വെച്ചാൽ പോരെ. ഇവർ മനസ്സിലാക്കിയത് നമ്മൾ ഈ പണിയൊന്നും നിൽക്കുന്ന അള്ള പറഞ്ഞിട്ടൊന്നുമല്ല. നമ്മളിങ്ങനെ ഓരോന്ന് ബുദ്ധിയോട് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാനല്ല. അള്ള കൽപ്പിക്കിട്ടാ പോലീമാരെ മറമാടാൻ കൽപ്പിച്ചാൽ മറമാടും. അവിടെ മറമാടുന്നത് അല്ലാതെ ജീർണിച്ച് വെക്കുന്നത്. അപ്പൊ ഇക്കാലത്ത് ജീർണിക്കുക. ഇപ്പൊ എന്തെല്ലാം പരിപാടി ജീർണിക്കാതെ സൂക്ഷിക്കാൻ. എന്നാൽ ഈ മൗലിമാർക്കൊക്കെ അവരവരുടെ പിതാക്കന്മാര് മരിക്കുമ്പോ അല്ലെ ഭാര്യമാര് മരിക്കുമ്പോ കുറച്ച് മരുന്നും വെച്ചവിടെ വെച്ചാൽ പോലെ ജീർണിക്കാതെ സൂക്ഷിക്കാൻ സൗകര്യം ഇപ്പോ ആധുനിക സംവിധാനമില്ലേ. അതുകൊണ്ടാ നമ്മൾ മറമാടുന്നത്. എന്നാ സഹോദരന്മാർ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്ന ഈ പ്രസ്ഥാനക്കാർ, അവര് അമ്പിയാക്കൾ ജീർണിച്ച മൃതശരീരമെന്നും അതുപോലെ ശവകുടീരമെന്നും പറഞ്ഞ് നിസ്സാരപ്പെടുത്തിയ കൂട്ടത്തില് മുജാഹിദിന്റെ പ്രസിഡന്റ് ഡോക്ടർ എം ഉസ്മാൻ, അയാൾ പറയുന്നു, കേട്ടോളെ, നമ്മളെ ഇസ്ലാം എന്ന് പുറത്താൽ എന്താ കാരണം? നമ്മൾ വിശ്വസിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യ പ്രകൃതി അല്ല. അല്ലാഹുവിന്റെ റസൂലിന് നമ്മൾ കേൾക്കാത്തത് കേൾക്കാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതിയുണ്ട്. അങ്ങനെ നമ്മളെ കാഴ്ചയല്ല, നമ്മളെ കേൾവിയല്ല, നമ്മളെ അറിവല്ല, നമ്മളെ പ്രകൃതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് അത് കസ്തൂരിയേക്കാളുള്ള സുഗന്ധമാണ്, രോഗത്തിന് ശമനമാണ്. അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല മണമാണ്. നമ്മളെ പ്രകൃതിയല്ല, മനുഷ്യനാണ്, പക്ഷേ നമ്മളെ പോലെയുള്ള പ്രകൃതിയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇമാം ബുഖാരി വേറൊരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. വേറൊരു റിപ്പോർട്ട്, ഇന്നീ ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളുടെ രൂപത്തിലല്ല. അല്ലാഹുവിന്റെ റസൂൽ വ്യത്യസ്തമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി അടക്കമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് മുജാഹിദിന്റെ ശബാബി ഇപ്പോഴൊന്നും എഴുതിയതല്ല. ഡോക്ടർ ഉസ്മാൻ, നമ്മളെ മൗലവിന്റെ ഭാഷയെ പറഞ്ഞാൽ അയാൾ നാട്ടിൽ പോയിട്ട് കാലം കുറയായില്ലേ. അയാളുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ ശബാബിൽ അയാൾ എഴുതിയാണ്, നിങ്ങളെ വാരികയിൽ എഴുതിയാണ്. കേട്ടോളൂ, പ്രവാചകന്മാരെ പറ്റി അങ്ങനെയാ വിശ്വസിക്കേണ്ടത്, മറിച്ചുള്ള വിശ്വാസം ഇസ്ലാമിക വിശ്വാസമാകയില്ല. പ്രവാചകന്മാർ സാധാരണ മനുഷ്യ പ്രകൃതിയുള്ള മനുഷ്യരായിരുന്നു എന്ന് പറയുന്നവരല്ല ഇസ്ലാമെന്ന് പുറത്തു പോവുക. നേരെ മറിച്ചാണ് സംഗതിയുടെ കിടപ്പ്. മന്ത് മറ്റേ കാലിലാണെന്ന് പാതിരാ പ്രസംഗം
പുറത്ത്. അപ്പൊ ഇമാം ബുഖാരിയും സഹാബത്തും ഇസ്ലാമിന് പുറത്ത്. കാരണം അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധം. ഡോക്ടർ ഉസ്മാന്റെ സുഗന്ധം എങ്ങനെ? ഡോക്ടർ ഉസ്മാന്റെ വിയർപ്പ്, അയാളെ പ്രകൃതിയിലുള്ള വിയർപ്പ്, അതിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധാണോ? സെലഫിന്റെ വിയർപ്പ് ഒരു ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ഭാര്യ അടുപ്പിക്കോ? ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ ഭാര്യ അടുപ്പിക്കോ? മറ്റ് മൗലവിമാരടുപ്പിക്കോ? നാറിയിട്ട്. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമെന്ന് ബുഖാരി മുസ്ലിമില്ലേ, ഹദീസിന്റെ കിതാബിലില്ലേ? റസൂലുള്ളാഹിന്റെ പ്രകൃതി സാധാരണയാണോ? ഓ മൗലവി, നിങ്ങൾ ജിബ്രീലിനെ കാണാറുണ്ടോ? ജിബ്രീലിനെ കേൾക്കാറുണ്ടോ? ജിബ്രീലുമായി ബന്ധപ്പെടാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകൃതി മലക്കുകളുമായി ബന്ധപ്പെടുന്ന അസാധാരണ പ്രകൃതിയല്ലേ? എന്നിട്ട് അസാധാരണ പ്രകൃതിയാണെന്ന് പറയുന്നവർ ഇസ്ലാമിന്ന് പുറത്താണെന്ന്. മൗലവിമാരെ, നിങ്ങളല്ലേ, നിങ്ങളെ പ്രസിഡന്റ് അല്ലേ എഴുതി വെച്ചത്? നിങ്ങൾ ഏത് ഇസ്ലാമാണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങളെ ഇസ്ലാം എന്ത് ഇസ്ലാമാണെന്ന് അറിയേണ്ടത്. ഇനി ഞാൻ പറയട്ടെ, അള്ളാന്റെ റസൂല് ജീർണിച്ച് നശിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓ മൗലവിമാരെ, നിങ്ങളുടെ മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച ഇസ്ലാമി പ്രസ്ഥാന ചരിത്രത്തിലൊരാമുഖം ഞാൻ ബുഖാരി ഉദ്ധരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല, മുസ്ലിമീങ്ങളെ കിതാബാണ്. ഞാൻ ഖുർആൻ ഉദ്ധരിച്ചാലും നിങ്ങൾക്ക് പറ്റൂല, കാരണം ഞങ്ങളെ ഗ്രന്ഥമാണ്. നിങ്ങളെ ബുക്കായി വായിക്കുന്നത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബിയെ റസൂലുള്ള കണ്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ റസൂലുള്ള പറയുന്നു, മറർതു ബി മൂസാ ലൈലത ഉസ്രിയ ബി വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി. മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മൂസാ നബി ജീർണിച്ചിട്ടില്ല, നശിച്ചിട്ടില്ല. ആ മൂസാ നബി ജീർണിച്ചിട്ടില്ലെന്ന് ഖുർആനും ഹദീസും പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വടിയും പിടിച്ച് നിസ്കരിക്കുന്നു. റൂഹ് പോയി. ഒരു കൊല്ലത്തോളം എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. വടിയും പിടിച്ചു ഒരേ നൃത്തം തന്നെ. ജീർണിച്ചില്ല, രോഗത്തിന് കേടുവന്നില്ല. ജിന്നുകൾ ഇങ്ങനെ നോക്കുമ്പോ സുലൈമാൻ നബി നിസ്കാരത്തിൽ തന്നെ അല്ലേ? ഖുർആനിലെ ഖുർആൻ പറയുന്ന അമ്പിയാക്കളുടെ ശരീരം ജീർണിക്കൂല. സെലഫിന്റെ അൽമനാർ പറയുന്നു ജീർണിച്ചു നശിച്ചു. പ്രബോധനം പറയുന്നു നശിച്ചു. ഓ മുസ്ലിമേ, നീ പഠിക്കൂ. എന്താ മുജാഹിദ്, എന്താ സെലഫി, എന്താ ജമാഅത്ത് ഇസ്ലാമി? പഠിക്കൂ മുസ്ലിമേ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി ഞങ്ങൾ പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ട. ബുഖാരി മറിച്ചാലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഷഹീദായ അതേ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം 6 മാസം കഴിഞ്ഞിട്ട് ഖബറിൽ നിന്ന് എടുത്ത് മാറ്റിമറവ് ചെയ്തപ്പോ ശരീരത്തിന് ഒരു കേടും സംഭവിച്ചിട്ടില്ലെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. പോരാ, ബുഖാരി മറിക്കുമ്പോ സഹീഹുൽ ബുഖാരി നമ്മൾ കാണുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനടുക്കൽ അവിടെ ആ ബിൽഡിംഗ് ഒക്കെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടി അവിടെ കിടങ്ങു കീറിയൊരു രംഗമുണ്ടായിരുന്നു. ആ രംഗത്തെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഇമാം ബുഖാരി അവിടെ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് മണ്ണിടിഞ്ഞു, കാല് പുറത്തായി. കാല് പുറത്തായപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. അതേ ദശക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് ഇതാരുടെ കാലാണെന്ന് മനസ്സിലാക്കി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭയപ്പെടുകയാണ്. ഇമാം ബുഖാരി ആ സംഭവത്തെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് കാലൊന്ന് നോക്കി. കാല് നോക്കിയിട്ട് പറയുന്നു, വല്ലാഹി മാ ഹിയ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹിന്റെ കാലല്ല, വല്ലാഹി റസൂലുള്ളാഹിന്റെ കാലല്ല. വമാ ഹിയ ഇല്ലാ ഖദമു ഉമറ. അത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലാണ്. ജനങ്ങളെ, റസൂലുള്ളാഹിന്റെ ശരീരം മാത്രമല്ല, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ശരീരവും മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിക്കാതെ ദശക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടത് ബുഖാരിയിലില്ലേ? സെലഫികളെ, ജമാഅത്തുകാരെ, ഇത് ബുഖാരിയിലില്ലേ? പക്ഷേ ഖുർആൻ ഞങ്ങളെ മുസ്ലിമീങ്ങളെ കിതാബാണ്. ബുഖാരി ഞങ്ങളെ മുസ്ലിമീങ്ങളെ കിതാബാണ്. നിങ്ങളെ സെലഫികൾക്ക്